നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫെയർ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണ് റാപ്പിഡ് ഫെയർ. നമ്മളിപ്പോൾ ഒരു കാർ അല്ലെങ്കിൽ ബൈക്കൊക്കെ വാങ്ങിക്കണമെങ്കിൽ എത്രത്തോളം റിസർച്ച് ചെയ്യാറുണ്ട് അല്ലേ? കാര്യമായ രീതിയിൽ നമ്മൾ പല വീഡിയോസ് കാണുന്നു, പലരുടെ അഭിപ്രായം ചോദിക്കുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മളെപ്പോഴും ഒരു വാഹനം സെലക്ട് ചെയ്യുക. അത് ഏത് മോഡൽ വേണം, മൈലേജ് എത്ര കിട്ടും, മെയിൻ്റനൻസ് കോസ്റ്റ് എത്ര വരും, റീസെയിൽ വാല്യൂ എങ്ങനെയായിരിക്കും, അങ്ങനെ ഓരോ കാര്യങ്ങളും കണക്ക് കൂട്ടിയാണ് നമ്മൾ ഈ ഒരു വാഹനം വാങ്ങിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ പണം ലാഭിക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഹോസ്പിറ്റൽ ബില്ല് വരുന്നത് 50-60 ലക്ഷം രൂപയൊക്കെയാണ്. എത്രയൊക്കെ പണം നമ്മൾ ഉണ്ടാക്കിയാലും അതെല്ലാം ഇങ്ങനൊരു ഹോസ്പിറ്റൽ സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ തീരുന്ന അവസ്ഥയാണ്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. പക്ഷേ അത് വെറുതെ എടുത്താൽ പോരാ, എടുക്കുമ്പോൾ പ്ലാൻസ് തമ്മിൽ താരതമ്യം ചെയ്ത് വേണം എടുക്കാൻ. സത്യത്തിൽ ഒരു കാറിൻ്റെ EMI മാസം അടയ്ക്കുന്നത് പോലെ തന്നെ മാസം ഒരു ചെറിയ തുക ഹെൽത്ത് ഇൻഷുറൻസിനായിട്ട് മാറ്റിവെച്ചാൽ ഭാവിയിൽ ഒരു വലിയ ഹോസ്പിറ്റൽ ബില്ല് വന്നാലും നിങ്ങളുടെ സേവിങ്സിനെയോ കാറിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് അസറ്റിനെയോ ഒന്നും ബാധിക്കുന്നൊരു സാഹചര്യം വരില്ല. ഒരു പോളിസി എടുത്താൽ മാത്രം മതി എന്ന് കരുതരുത്. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ട കവറേജ്, റൂം റെൻ്റ് ലിമിറ്റ്, ക്യാഷ്ലെസ് ഹോസ്പിറ്റൽസ്, പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് കവറേജ്, OPD ബെനിഫിറ്റ്സ് പോലുള്ള കാര്യങ്ങളുള്ള പ്ലാനുകളെല്ലാം കമ്പയർ ചെയ്ത് വേണം നിങ്ങളത് തിരഞ്ഞെടുക്കാൻ. അതിനായിട്ട് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളൊക്കെ ഒരുമിച്ച് കമ്പയർ ചെയ്യാം. സാധാരണ 400 അല്ലെങ്കിൽ 500 രൂപ മുതൽ പ്ലാനുകൾ തുടങ്ങുന്നുണ്ട്. 1 കോടി രൂപ വരെയുള്ള കവറേജ് ഉള്ള പ്ലാനുകൾ പോലും ഉണ്ട്. അതിൽ നിന്ന് പറ്റുമെങ്കിൽ അൺലിമിറ്റഡ് കവറേജ് ഉള്ള പ്ലാനുകൾ നോക്കുക. ഏതായാലും ഇത് തമാശയായിട്ട് എടുക്കരുത്. 50 അല്ലെങ്കിൽ 60 ലക്ഷം രൂപയുടെ ബിൽ വരുന്ന കാലമാണ് എന്നുള്ള കാര്യം ഓർക്കുക. എന്തായാലും ഇങ്ങനെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെച്ചാൽ ഭാവിയിൽ നിങ്ങൾക്ക് അത് വളരെ ഉപകാരപ്പെടും. അതുകൊണ്ട് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് പറ്റുന്ന ഒരു പോളിസി എടുത്തു വയ്ക്കാം. അപ്പോൾ നമുക്കിനി റാപ്പിഡ് ഫെയർ കാണാം. ഒരു റാപ്പിഡ് ഫെയറോട് കാണാം. ബൈ. അപ്പോൾ ഇനി നമ്മൾ ഒരു ജീപ്പ് കോമ്പസിൻ്റെ ഓണറാണ് പരിചയപ്പെടുന്നത്. നമസ്കാരം. നമസ്കാരം സാർ. ഡിൻറ്റ. എന്താണ് ഡിൻറ്റ? എനിക്ക് ബിസിനസ്സാണ്. അപ്പോൾ ഒരു അഡ്വർടൈസിങ് കമ്പനിയുണ്ട്. ബേസിക്കലി ഒരു അഡ്വർടൈസിങ് പ്രൊഫഷണലാണ്. അപ്പോൾ ഒരു 20 years ആയിട്ട് ഈ ഇൻഡസ്ട്രി തന്നെയാണ്. ഞാനൊരു സ്ട്രാറ്റജിസ്റ്റും കൂടിയാണ്. അപ്പോൾ നമുക്കൊരു കമ്പനി ഉണ്ട്, DNP ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ട്. കൊച്ചി ബേസ്ഡ് ആണ്. പക്ഷേ ഒത്തിരി ക്ലയൻസ് ഉണ്ട്. മിൽമയൊക്കെ നമ്മുടെ ക്ലയൻസ്. അപ്പം മിൽമയുടെ ആഡ് ചെയ്യുന്നത് നിങ്ങളാണോ? അതെ, മിൽമയ്ക്ക് 2 ഏജൻസി ഉണ്ട്. അതിൽ ഒരു ഏജൻസി നമ്മൾ റീബ്രാൻഡിങ് മുഴുവൻ നമ്മളാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്ന പാക്കറ്റ്സ്, പുതിയ ഇത് പേട, അതുപോലെയുള്ള ഒരുപാട് ഡിസൈൻസ്, പാക്കേജിങ്. ഇപ്പൊ ജോയ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഡ്രിങ്ക് ഉണ്ട്, ഈ ഫ്ലേവേർഡ് മിൽക്ക് ഡ്രിങ്ക് ഉണ്ട്. അതുപോലെ ഒത്തിരി പുതിയ കാര്യങ്ങൾ ഇപ്പോൾ ഒത്തിരി വരുന്നുണ്ട്. പ്രീമിയം ഒരു ഐസ്ക്രീം ബ്രാൻഡ്സ് ഇപ്പോൾ ലോഞ്ച് വരുന്നുണ്ട്. അതെ, ഈ ഐസ്ക്രീം ബ്രാൻഡ്സ് എത്രയാണ് വരുന്നത്? അതെ. ബിക്കോസ് ആ മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു കേരള മാർക്കറ്റിൽ ക്ലോസ് ടു 1,000 crore ചെയ്യുന്നുണ്ട്. പല ബ്രാൻഡ്സ് എല്ലാം കൂടി ക്ലോസ് ടു 1,000. ഞാനൊക്കെ പണ്ട് ഐസ്ക്രീം കഴിച്ചു കുറച്ചു കാലം നിർത്തിവെച്ചിട്ട് വീണ്ടും ഇപ്പോൾ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അതിൽ ഇതിലേക്ക് വരുന്നുണ്ട്. ഈ പ്രിന്റ് മീഡിയയുടെ അവസ്ഥ ഇപ്പം എന്താ ശരിക്കും പറഞ്ഞാൽ? നിങ്ങളിപ്പോൾ ഈ അഡ്വർടൈസിംഗ് ഫീൽഡ് ഡിജിറ്റൽ വന്നതോടുകൂടി പ്രിന്റിന്റെ ഒരു ശരിക്കും ഒരു ഡീഗ്രോത്ത് ആണ്. ആക്ച്വലി കുറഞ്ഞു ഡെഫിനറ്റ് ആയിട്ടും കുറഞ്ഞുണ്ട്. പക്ഷേ കേരള മാർക്കറ്റിൽ ഇപ്പോഴും എനിക്കൊന്നൊരു ഏജ് ഗ്രൂപ്പ് അനുസരിച്ച് ഒരു 45 എബോവ് ഉള്ള ആൾക്കാർ ഇപ്പോഴും ഡെയിലി ഒരു പത്രം ഒന്നും നോക്കാതെ പറ്റില്ല അവർക്ക്. അപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നൊരു ജെൻസി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മില്ലീനിയൽസ് ആണെങ്കിൽ ടു ആൻ എക്സ്റ്റെൻഡ്, ഇപ്പം ഞാനടക്കം മില്ലീനിയൽസിൽ പെടുന്ന ആളാണ്. പക്ഷേ നമ്മൾ ഡെയിലി പത്രം നോക്കാറില്ല. ഒന്ന് ഓടിച്ചു നോക്കുന്ന അപ്പുറത്തേക്കില്ല. പിന്നെ ഡിജിറ്റൽ നമ്മൾ മൊബൈലിലെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പത്രം കാര്യങ്ങളാണ്. അപ്പോൾ ശരിക്കും പ്രിന്റ് എനിക്ക് തോന്നുന്നു ഗ്രാജുവലി ഒരു നെക്സ്റ്റ് 3 to 5 years അത് പയ്യൊന്ന് സ്വിച്ച് ചെയ്തിട്ട് ഒരു ഡിജിറ്റൽ ഫോക്കസിലേക്ക് വരും. പക്ഷെ ഒരു ബ്രാൻഡിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാ മീഡിയംസും ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ച്വലി പ്രിന്റ് ആണെങ്കിലും ഡിജിറ്റൽ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു അഡ്വർടൈസിംഗ് ഏജൻസി എടുത്ത ആളെന്നുണ്ടെങ്കിൽ ധാരാളം ഓട്ടം ഉണ്ടോ? അത്യാവശ്യം ഞാൻ ബാംഗ്ലൂർ, ചെന്നൈ എല്ലാം ഒത്തിരി ഓടാറുണ്ട്. ഞാനൊരു 3.5 വർഷം കൊണ്ട് 1,26,000 ഈ വണ്ടി. അതിന് മുന്നത്തെ വണ്ടി ഒരു 4 years കൊണ്ട് 2 lakhs. അത് എസ്ക്രോസ് എന്ന് പറയുന്ന മാരുതി വണ്ടികളെ പറ്റി പണ്ടുള്ള പരാതി മറ്റേ വെയിറ്റ് കുറവാണ്. എസ്ക്രോസ് പക്ഷേ അങ്ങനെ കുറച്ചെങ്കിലും ഭേദമായിരുന്നു. തീർച്ചയായും. അതിൽ നിന്ന് അമേരിക്കൻ വണ്ടിയിലേക്ക് വന്നപ്പോൾ പെട്ടെന്നൊരു മാറ്റം എങ്ങനെ ഫീൽ ചെയ്ത്? അതിൽ ഒരു റീസൺ ഉണ്ടായിരുന്നു. ആക്ച്വലി എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു 2022. അപ്പം അന്ന് ചെന്നൈയിൽ നിന്ന് തിരിച്ച് വരുന്ന വഴി ഏർലി മോർണിംഗ് 5:35 കൊരട്ടി വെച്ചിട്ട് ഒരു ലോറി ഉറങ്ങിയിട്ട് നമ്മുടെ ബാക്കിൽ വന്ന് ഇടിച്ച് കയറുകയും ചെയ്തത്. അപ്പം അന്ന് ആ വണ്ടി എനിക്ക് തോന്നുന്നു മാരുതിയിൽ വെച്ചിട്ട് 5 rating ഉള്ള ഒരു വണ്ടിയാണ്. അപ്പം അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടാണ്. അപ്പം അന്ന് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ അടുത്ത വണ്ടി ഡെഫിനറ്റ് ആയിട്ട് സേഫ് ആയിട്ടുള്ള ഒരു വണ്ടി. അപ്പം ജീപ്പിനൊരു കൾട്ട് ഒരു ഇതുണ്ടല്ലോ ആക്ച്വലി. അപ്പോൾ ജീപ്പിനെ നമ്മൾ ഒത്തിരി വർഷങ്ങളായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടി വാങ്ങണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ സേഫ്റ്റി ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ്. എനിക്കിപ്പോൾ ആ കാലത്തൊക്കെ ഇപ്പം 3-4 വർഷം മുമ്പ് ഈ ജീപ്പിനെ പറ്റി
പല ഇതുണ്ടല്ലോ, ഇപ്പോൾ അമേരിക്കൻ വണ്ടികൾക്ക് മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലാണ്, അങ്ങനെയൊക്കെ വന്നപ്പോൾ വേറെ ഏതെങ്കിലും വണ്ടി നോക്കിയിരുന്നു, ഇത് മാത്രം മതി? ഇല്ല, ഉറപ്പായിട്ടും ഞാനൊരു ഈ സെഗ്മെന്റിൽ ഇപ്പോൾ എസ്ക്രോസിന്റെ സെഗ്മെന്റിൽ നിന്ന് കുറച്ചും കൂടി ഒന്ന് മാറി എനിക്കൊരു 30 lakhs ബഡ്ജറ്റ് ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ക്രെറ്റ നോക്കിയായിരുന്നു, വേറെ കോഡിയാക്ക് നോക്കിയായിരുന്നു. അപ്പോൾ അതിനെല്ലാം ഈ പറഞ്ഞ മെയിൻ്റനൻസ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ എനിക്കൊരു ഓഫ് റോഡിങ് ഇത് തന്നു, ആക്ച്വലി എക്സ്പീരിയൻസ് തന്നു. അതോടുകൂടി കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ആയി. പക്ഷേ ഇതിന്റെ ഇടയിൽ ഞാൻ ഈ സേഫ്റ്റി ഇമ്പോർട്ടൻസ് ആയതുകൊണ്ട് ഞാനൊരു വോൾവോ XC60 യൂസ്ഡ് വണ്ടി ശരിക്കും ടോക്കൺ അഡ്വാൻസ് കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് സത്യം പറഞ്ഞ് ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത്. അതോടുകൂടി ഫ്ലാറ്റ്. അപ്പോൾ ഈ സേഫ്റ്റിക്ക് അപ്പുറത്തേക്ക് എങ്ങനെയുണ്ട് വണ്ടി? അസാധ്യ കംഫർട്ട്. ഞാൻ ബിക്കോസ് എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇന്നേ വരെ ഒരു പ്രോബ്ലംസ് ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു വണ്ടിയെ സംബന്ധിച്ച് നമ്മൾ വെൽ മെയിൻ്റനൻസ് പീരിയോഡിക് ആയിട്ട് കറക്റ്റായി ചെയ്തു പോയി കഴിഞ്ഞാൽ വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഹൈ സ്പീഡിൽ പോവാറുണ്ട്, 200+ പോയിട്ടുണ്ട്. അല്ല, കേരളത്തിലല്ല, ഡെഫിനറ്റ്ലി കേരളത്തിലല്ല. പക്ഷെ അതൊന്നും ഇതിന്റെ ഒരു പെർഫോമൻസ് കേപ്പബിലിറ്റി അറിയാൻ വേണ്ടി പോയതാ. സ്റ്റെബിലിറ്റി ഒരു രക്ഷയില്ല. നമ്മളിപ്പോ ആ 200+ പോയാലും ഒരു അനക്കവും ഇല്ല, ഒന്നുമില്ല. കൂടെ ഇരിക്കുന്നവർക്കാണെങ്കിൽ യാതൊരു ഇഷ്യൂസ് ഇല്ല. ഇപ്പോൾ 180, 170 ഒക്കെ സുഖമായിട്ട് പോവാം. എനിക്ക് തോന്നുന്നു നമുക്ക് ആ ട്രാഫിക്കിന്റെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു പക്ഷേ അതിനും കൂടുതൽ കുറച്ചുകൂടി പോകാൻ പറ്റും. ഇത് ഓട്ടോമാറ്റിക്, ഇത് 4 വീലാണ്. ഞാൻ അത്രയും ഈ ഇത് വെച്ചിട്ട് അടിയൊക്കെ തട്ടാവുന്നതുകൊണ്ട് പറ്റാവുന്ന ചെറിയ ചെറിയ ഓഫ് റോഡിങ് മാത്രമേ പോകാറുള്ളൂ. അപ്പോൾ ഈ 1 lakh കഴിഞ്ഞപ്പോൾ എങ്ങനെയുണ്ട് സർവീസ് കോസ്റ്റ്? ഇപ്പോൾ ഞാനൊരു എക്സ്റ്റെൻഡഡ് വാറണ്ടിയും സർവീസ് പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു നമുക്കൊരു 90,000 വരെ കവർ ചെയ്ത് കിട്ടിയായിരുന്നു. പിന്നെ അതിന് ശേഷമുള്ള ഓരോ 15,000 പാക്കേജ് ഒരു 22,000 to 25,000. അതിലൊരു മേജർ സർവീസ് വന്നിട്ട് 90ലാണ്, അതൊരു 43,000 വന്നു. അത്രയാണ്. ഇത് ബേസിക്കലി ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല. നമ്മൾ വിചാരിക്കണ പോലെ അത്ര എക്സ്പെൻസീവ് ഒന്നും അല്ല ഇതിൻ്റെ. ഇപ്പം ഞാൻ ആകെ മേജറായിട്ട് മാറ്റിയിരിക്കുന്നത് ഫ്രണ്ടിലെ ബ്രേക്കിൻ്റെ ഡ്രം ഡിസ്ക് മാറി. അതാകെ 13,500 ആയിട്ടുള്ളൂ. സാധാരണ അത് എനിക്കൊന്നും ഒരു നോർമൽ ബ്രാൻഡ്സിനാണെങ്കിൽ പോലും അതും അതിൽ കൂടുതൽ 15,000 നമ്മൾ കൊടുക്കുന്നത് അത്രേ ഉള്ളൂ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇത് നമുക്ക് റോഡ് മോശമാണെങ്കിലും ഹൈവേയിലാണെങ്കിലും ഒരേ കംഫർട്ടാണ്, സ്റ്റെബിലിറ്റി. ഇപ്പോൾ ഒരു 160, 180 ആണെങ്കിലും നമ്മൾ ഹൈവേയിലുള്ള ടേണിങ്സ് ഒക്കെ ഇല്ല, ടേണിങ്സും പറയും ഷാർപ്പ് ടേണിങ്സ് അല്ല, അതാ ലൈൻ പിടിച്ചങ്ങോട്ട് പോകും. ആക്ച്വലി ഞാൻ അതുപോലെ കണ്ട വേറൊരു വണ്ടി എന്ന് പറയുന്നത് സ്കോഡയാണ്. അത്രയും നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി എന്ന് പറയുന്നത് സ്കോഡയാണ്. അപ്പം ഇത്രയും കാലം ഇത്ര ഓടി 1,26,000 എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഒരു ഡീസൽ വണ്ടി മാറ്റേണ്ട സമയം കഴിഞ്ഞു. എന്താണ് ഇനി അടുത്ത പരിപാടി? ഇത് എനിക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. ബിക്കോസ് ഫാദർ മരിക്കണേക്ക് മുന്നേ എടുത്തിട്ട് ഫാദർ കയറിയ ഒരു വണ്ടിയാണ്. അപ്പൊ അത് ഞാൻ കൊടുക്കുന്നില്ല. അത് മാത്രമല്ല, നമുക്ക് ഇതിനോടൊരു സ്പെഷ്യൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. ഡെഫിനറ്റ്ലി ഒരു സെക്കൻഡ് വണ്ടി, അടുത്ത വണ്ടി നോക്കുന്നുണ്ട്. ഒന്നൊരു BM 530 അല്ലെങ്കിൽ M Sport നോക്കണമെന്ന് ഇതാണ്. ചിലപ്പോൾ ഒരു യൂസ്ഡ് ആയിരിക്കും എടുക്കുക. പിന്നെ റാംഗ്ലർ. പക്ഷേ ഈ പറഞ്ഞ പോലെ സെഡാനിലേക്ക് ഇനി തിരിച്ചു പോകാൻ താല്പര്യമുണ്ടോ? അതൊരു അതിന്റെ ഒരു BMന്റെ ഒരു ഫീൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 2 to 3 years ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്ലാൻ. ഈ EVകളെ പറ്റി എന്താ അഭിപ്രായം? EVകൾ ശ്രദ്ധിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. അപ്പൊ ഞാനൊരു ബ്രാൻഡ് നമ്മൾ EV 2018 ലോഞ്ച് ചെയ്തായിരുന്നു, ഓൾട്ടിഗ്രി എന്നും പറഞ്ഞിട്ട് ഇലക്ട്രിക് ഓട്ടോ. അപ്പൊ ഞങ്ങളാണ് അത് ആദ്യം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. അപ്പൊ അന്ന് ടെസ്റ്റ് ഡ്രൈവ്സ് ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ 1-2 ഫ്രണ്ട്സിൻ്റെ വണ്ടിയൊക്കെ ഓടിച്ചു. നല്ല പെർഫോമൻസ് ആണ്, ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷെ എന്തോ എൻ്റെ ഒരു മൈൻഡിൽ ഞാൻ കാണുന്നത് വെച്ചാൽ EV ഇനിയും ഇവോൾവ് ചെയ്യാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 30 lakhs മുകളിലുള്ളൊരു EV എടുക്കുകയാണെങ്കിൽ ഐ വിൽ വെയിറ്റ് ഫോർ അറ്റ്ലീസ്റ്റ് ഒരു 2 to 3 years വെയിറ്റ് ചെയ്യും. ബിക്കോസ് റേഞ്ച് കൂടും, ടെക്നോളജിയിൽ ചേഞ്ചസ് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാന്നുള്ളൊരു പോളിസിയാണ് ഉള്ളത്. അപ്പോൾ എന്താണ് ഇതിപ്പോൾ ഇത്രയും പോസിറ്റീവ്സ് നമ്മൾ ഇതിൻ്റെ പറഞ്ഞു, എന്താണ് നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു സെറ്റ് ബാക്ക് എന്തെങ്കിലും തോന്നി? എനിക്ക് ഒരു ഇഷ്യൂസ് വരുന്നത് വെച്ചാൽ നമ്മളിതിൽ ഡീസൽ ആയതുകൊണ്ട് ഡെഫ് ഫില്ല് ചെയ്യണം ആക്ച്വലി. അപ്പോൾ അത് പലപ്പോഴും നമ്മളത് വിട്ടു. അപ്പോൾ ലോങ് ഡ്രൈവിൽ പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ വാർണിംഗ് വരുന്നത്. അപ്പോൾ 1-2 പ്രാവശ്യം പുറത്തുനിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് GP എന്ന് പറഞ്ഞ് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞ് ഞങ്ങൾ
അവിടെ GP തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. പുറത്തുനിന്നുള്ള ചിലപ്പോൾ അഡൾട്രേഷൻസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയൊരു പെയിൻ പോയിന്റ് ആണ്. അപ്പം നമ്മളിത് അറിയില്ല, നമ്മൾ ശീലിച്ചിട്ടും അതിപ്പോൾ ഫോർ എക്സാമ്പിൾ സൺഡേ ആയിരിക്കും നമ്മൾ പോകാൻ ആലോചിക്കുക, അപ്പം പിന്നെ വേറെ ഓപ്ഷൻസ് ഇല്ല. അപ്പം ഇതൊരു വലിയൊരു ഇഷ്യൂ ആണ്. അതർവൈസ് ഈ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം അങ്ങനെയുള്ളതൊക്കെ ശരിക്കും പറഞ്ഞാൽ പുതിയ വണ്ടികൾ അത്രയും വരില്ലല്ലോ. അതൊരു ഇത് ആൽപൈൻ്റെ ആണ്. അല്ല ഞാൻ ചോദിച്ചത് മൊത്തത്തിൽ ആ ഒരു കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഇപ്പം കിയയിലും ഒക്കെ വരുന്നതിന് അത്രയും വരില്ലല്ലോ. അത് മിസ് ചെയ്യുന്നുണ്ടോ? ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആക്ച്വലി. ഇപ്പോൾ ബിക്കോസ് വേറെ ഒന്നും ഉണ്ടല്ല, നമ്മൾ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടായാൽ പോലും നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഒരു ബേസിക് ഒരു ഡെയിലി കമ്പ്യൂട്ട് ചെയ്യുന്ന ഒരാൾക്ക് യൂസ് ചെയ്യേണ്ട എല്ലാ ഫീച്ചേഴ്സും നമുക്കുണ്ട്. പിന്നെ മേ ബി ഇതിന്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷനിൽ ഇപ്പോൾ വയർലെസ് ചാർജിങ് അതൊക്കെ ഉണ്ട്. ഇപ്പൊ 22-ലാണ് ഞാൻ എടുത്തത്. അപ്പൊ അതിന് ശേഷം വന്നതിൽ വയർലെസ് ചാർജിങ് ഉണ്ട്, അഡാസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി ഫീച്ചേഴ്സ് ആഡ് ആണ്. എനിക്കൊന്ന് ഇപ്പോഴത്തെ കാലത്ത് ഒരു എവറി 2 years ഒത്തിരി അപ്ഗ്രേഡ്സ് വരുന്നതാണ് ആക്ച്വലി. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞല്ലോ ജീപ്പിൻ്റെ കാര്യത്തിൽ നമ്മൾ പലരും ഇതിൽ പ്രശ്നപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ റാപ്പിഡ് ഫെയറിൽ ആരും ഒരു മോശം അഭിപ്രായം പറഞ്ഞില്ല. എല്ലാവരും ഇതിൻ്റെ സ്റ്റെബിലിറ്റിയും ആ ഒരു സ്റ്റേഡിനെസ്, അതുപോലെ തന്നെ നമ്മളെ വളരെ സേഫായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന വണ്ടി ഈ പറഞ്ഞ പോലെയാണ്. നമ്മളിപ്പോൾ ഈ പാക്കേജൊക്കെ എടുത്തു കഴിഞ്ഞാൽ സർവീസ് കോസ്റ്റ് കൂടുതലല്ല, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം വണ്ടികൾക്കെല്ലാം സർവീസ് കോസ്റ്റ് കൂടുതലുണ്ടാവും. ഏതായാലും ഭയങ്കര ഒരു ഹാപ്പി കസ്റ്റമറാണ് നമ്മൾ. അല്ല, അത് മാത്രമല്ല, ഇപ്പം എന്നെ പോലെ ഓടിക്കുന്നവർ വളരെ കുറച്ചാണ്. ഇപ്പം നോർമലി ഒരു 7 വർഷം കൊണ്ട് 1 lakh 80,000 ഒക്കെ ഓടുന്ന ആൾക്കാർ. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ പാക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, നമുക്കൊന്നും അത് ബാധിക്കുകയില്ല ആ പാക്കേജ് എടുത്തിട്ട് കഴിഞ്ഞാൽ. ശരിയാണ്, ഇതിങ്ങനെ ബിസിനസ് ഉള്ളത് കൊണ്ട് നമുക്ക് ആണ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും തീർച്ചയായിട്ടും സർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടുന്ന ഒരു ടൊയോട്ട ഫോർച്യൂണർ ഓണറിനാണ്. നമസ്കാരം. നമസ്കാരം സാർ. എന്ത് ചെയ്യുന്നു? ഞാൻ ഞാൻ ശ്രീകാന്ത്. ഞാൻ സോളാറിന്റെ ബിസിനസ് ചെയ്യാണ്. സോളാർ വെച്ച് കൊടുക്കുന്ന കമ്പനി. സോളാറും EV ചാർജിങ് സ്റ്റേഷൻസും ലൈറ്റ്നിങ് അറസ്റ്റേഷനും നമ്മൾ ചെയ്യുന്നുണ്ട്. EV ചാർജിങ് ചെയ്യുന്നുണ്ട്. ചാർജിങ് ചെയ്യുന്നുണ്ട്. ഏത് ബ്രാൻഡിലാ? എക്സിക്കോമിന്റെ ബ്രാൻഡാണ്. ഈ സോളാറിന്റെ കാര്യത്തിൽ ഞാനിപ്പോൾ അടുത്ത കാലത്ത് ഒരു വീഡിയോ ചെയ്തോളൂ, നമ്മുടെ എൻ്റെ ഇലക്ട്രിക് കാറും സോളാറിൽ ഓടുന്നതിനെ പറ്റിയൊക്കെ. അപ്പോൾ ഇപ്പോഴത്തെ എന്തെങ്കിലും പുതിയ നയ മാറ്റം വല്ലതും വന്നിട്ടുണ്ടോ സിറ്റി ബോർഡിന്റെ മറ്റോ? ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഇപ്പോൾ നമ്മുടെ ഹൈക്കോർട്ടിന്റെ കയ്യിലാണുള്ളത്. എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകൾ വരാനുള്ള പോസിബിലിറ്റി കുറച്ച് കുറവാണ്. ഇപ്പൊ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിലും സോളാറിന് നല്ല കാര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. 1 കോടി വീടുകൾക്കുള്ള സബ്സിഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിലുള്ള പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് ഗവൺമെന്റ്. അപ്പോൾ ഇവിടെ ഹൈക്കോടതിയുടെ കയ്യിലുള്ളതിനുള്ള ഒരു ഡിഫിക്കൽട്ടീസ് വരാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. കാരണം കോടതിയൊക്കെ എപ്പോഴും സോളാറിനെ പ്രോത്സാഹിപ്പിക്കാനേ സാധ്യതയുള്ളൂ. അതുപോലെ ലൈറ്റിംഗ് അറസ്റ്റർ എന്ന് പറയുന്നത് കേരളത്തിൽ എപ്പോഴും ഇടിമിന്നലൊക്കെ ഉള്ളതാണ്. നമ്മൾ എത്ര ഹൈറ്റ് വരെയുള്ള വീടിന്റെ മുകളിൽ ഇത് വെക്കണം? ലൈറ്റ്നിങ്ങിന് ഇന്നൊരു ഹൈറ്റ് എന്നുള്ളതില്ല, എവിടെ വേണേ സ്ട്രൈക്ക് വരാം. പക്ഷെ പോസിബിലിറ്റി കുറവാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു സാധാരണ നമ്മുടെ റെഗുലേഷൻസ് പ്രകാരം 15 മീറ്റർ മുകളിലാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈറ്റിംഗ് അറസ്റ്റ് വെച്ചിട്ടുണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ വീടുകളെ സംബന്ധിച്ചിട്ട് നമ്മൾ ഇപ്പോൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു ഹെൽമെറ്റ് വെക്കുന്ന പോലെ തന്നെ ഒരു വീട് പണിയുന്ന സമയത്ത് ഒരു ലൈറ്റ്നിങ്ങിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും. അപ്പോൾ ലൈറ്റിംഗ് അറസ്റ്റ് ഉള്ളൊരു വീടിന്റെ മുറ്റത്ത് നിന്നാലും മിന്നലടിക്കാവും. അതിന് അപ്പോൾ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ലൈറ്റ്നിങ്ങിന്റെ എയർ ടെർമിനൽസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇത് എന്താണ് നമ്മൾ ഇത് റിസീവ് ചെയ്യുന്ന കണ്ടക്ടേഴ്സിന് എയർ ടെർമിനൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ വെക്കുന്ന ഡിസൈനിങ്ങിന്റെ സ്റ്റേജിൽ ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ വീടിന്റെ മുറ്റത്ത് നിന്ന് കഴിഞ്ഞാലും. പക്ഷെ നമ്മളിപ്പോഴും പറയുന്ന ഈ ലൈറ്റ്നിങ്ങോ എന്ത് ഇതുണ്ടെങ്കിലും നമ്മൾ അകത്ത് കയറുക എന്നുള്ളത് തന്നെയാണ്. ഒരു ലൈറ്റ്നിങ് നമുക്ക് 100% പ്രൊട്ടക്ഷൻ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളെപ്പോഴും അകത്ത് കയറി നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. ലൈറ്റിങ്ങിനുള്ള പോസിബിലിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ ഒരു വീട്ടിലെ ലൈറ്റിംഗ് അറസ്റ്റ് വയ്ക്കാൻ എന്തെങ്കിലും വരും ഏകദേശം? ഏകദേശം ഒരു 75,000 to 1.25 ഇപ്പോൾ ഉള്ളൊരു ആവറേജ് റേറ്റ് വരുന്നത്. അതെ എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈറ്റിനിങ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നമ്മൾ എക്സ്റ്റേണൽ ലൈറ്റിനിങ് പ്രൊട്ടക്ഷൻ്റെ കാര്യമാണ് നമ്മൾ അറസ്റ്റ് വയ്ക്കുന്നത്. അതല്ലാതെ ഇന്റേണൽ ലൈറ്റിനിങ്ങിനുള്ള പോസിബിലിറ്റീസ് വളരെ അധികമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് ഇവിടെ ലൈനിലൊരു സ്ട്രൈക്ക് വന്നാൽ അത് നേരെ വീടിനകത്തേക്ക് കയറി വരാം. അപ്പോൾ അതിനൊക്കെയുള്ള പോസിബിലിറ്റീസ് നമ്മളൊരു സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ്, ഇന്റേണൽ പ്രൊട്ടക്ഷൻ കൂടി നമ്മൾ എപ്പോഴും സജസ്റ്റ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് എറണാകുളം അങ്ങനെയുള്ള ടൗണുകളിലൊക്കെ കൂടുതലും നമുക്ക് ഇന്റേണൽ സർജ് പ്രൊട്ടക്ഷൻ്റെ ആവശ്യമാണ് കൂടുതൽ വരാറുള്ളത്. കാരണം അടുത്തടുത്ത് ബിൽഡിങ്ങുകളും ലൈറ്റിനിങ്ങിന്റെ പ്രൊട്ടക്ഷനൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് കൂടുതലും നമുക്ക് സർജിന്റെ ആവശ്യമാണ് വരാറുള്ളത്. അപ്പൊ അങ്ങനെ വളരെ എന്റെ നാട്ടുകാരെല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്ന ആളുകൊണ്ടാണ് വളരെ സേഫ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ഉള്ള വണ്ടി വാങ്ങിച്ചത്. നമ്മൾ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ പിന്നെ ഫോർച്യൂണർ എന്ന് പറയുന്ന എല്ലാവരും ഒരു ആഗ്രഹമാണല്ലോ.
അപ്പോൾ ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് അങ്ങനെ എത്ര വാങ്ങിച്ചിട്ട്? ഇതിപ്പോ 2 വർഷം. ഇത് ഞാൻ ആക്ച്വലി പുറത്തുനിന്ന് കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്തതാണ്. അതെ അതെ അതെ. അത് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ സംശയമുള്ള കാര്യം. പ്രത്യേകിച്ച് ഇപ്പൊ എല്ലാവരും ഫോർച്യൂണറും ഇന്നോവയും ഡൽഹിയിൽ നിന്നൊക്കെ ഇങ്ങനെ ഒഴുകാണല്ലോ. ഏത് മോഡൽ ഏത്? ഇത് 2015 ആണ്. 4x4 ഫുൾ ടൈം ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു മോഡല്. അങ്ങനെ ഞാനൊന്ന് സെലക്ട് ചെയ്തെടുത്തതാണ്. അത് എങ്ങനെയാ? അവിടെ എവിടുന്ന? ഡൽഹിയാണോ? ഡൽഹിയാണ്. ഡൽഹി അല്ല, ഹരിയാന. എങ്ങനെ ഇത് കണ്ടുപിടിച്ച് എന്നത്? ഞാൻ അവിടെ അറിയാവുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പൊ ഒരു ഏകദേശം 1 വർഷത്തോളം എടുത്തു. നല്ലൊരു വണ്ടി കിട്ടുവാണെങ്കിൽ എടുക്കാം എന്നുള്ള രീതിയിൽ. അപ്പൊ ഈ ആളെന്ന് പറയുന്നത് വണ്ടിയായിട്ട് ബന്ധമുള്ള ആളാണോ? അവിടെ വണ്ടിയായിട്ട് ബന്ധമുള്ള ആളാണ്. നമുക്ക് അറിയാവുന്ന ഒരു കസിന്റെ ഫ്രണ്ട് ത്രൂ അങ്ങനെ വന്നതാണ്. അപ്പൊ അവിടെ നിന്നൊക്കെ എടുക്കുമ്പോൾ എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ പറ്റും? കാരണം നമ്മളെപ്പോഴും കേൾക്കാറുണ്ട് അതിന്റെ മീറ്ററൊക്കെ ടാമ്പർ ചെയ്ത് അങ്ങനെയൊക്കെയുള്ള, അതൊക്കെ വിശ്വസിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? നമ്മള് അതിന്റെ ടെസ്റ്റ് റിപ്പോർട്ട് നമ്മുടെ സർവീസും ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും 10,000 കിലോമീറ്റർ. പിന്നെ ആ സമയങ്ങളിൽ കോവിഡ് ഒക്കെ വന്ന സമയത്തുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ അതിനകത്ത് ഇല്ല എന്നുള്ളതുള്ളൂ. ബാക്കി എല്ലാം നമുക്ക് നോക്കി നമുക്ക് ആകെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ നമ്മളൊരു അവിടെ അറിയാവുന്ന ഒരാളുണ്ടായിരുന്നു, ഒരു സർവീസിന്റെ ടെക്നീഷ്യൻ നമ്മൾ വിട്ട് അങ്ങനെയൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത്. പിന്നെ കിലോമീറ്റർ നമുക്കൊരു 1 lakh കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ടൊയോട്ട പിന്നെ ടൊയോട്ടയുടെ കാര്യമാണ് അങ്ങനെ പറഞ്ഞത്. 1 lakh കഴിഞ്ഞിട്ടുള്ളായിരുന്നു പറയുമ്പോൾ നേരെ തിരിച്ചാണ്. 1 ലക്ഷം കഴിഞ്ഞ വണ്ടിയാണ്. 1 ലക്ഷം കഴിഞ്ഞ വണ്ടിയാണ്. അതെ അതെ. അനങ്ങില്ലല്ലോ. അനങ്ങില്ല. ഞാനൊരു കിട്ടി. എനിക്ക് ഏകദേശം എല്ലാം ഒരു 16-17 അടുത്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്നിട്ട് കുറച്ച് എന്റെ ഷോക്ക് ഒന്ന് മാറി, അങ്ങനെയുള്ള കുറച്ച് എല്ലാം ടൊയോട്ട തന്നെ മാറി ഒന്ന് വൃത്തിയാക്കി അങ്ങനെ എടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ പിന്നെ എത്ര രൂപ വേണ്ടി വന്നു? ഏകദേശം ഒരു 50-60 ആ റേഞ്ചിലുള്ള ഇതാണ്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷോക്ക് ഒന്ന് മാറേണ്ട എന്തായാലും ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് മാറി എടുക്കാം. ആണ് അല്ലേ? അതെ അതെ, ആ രീതിയിലാണ് പോകുന്നത്. അതെ അതെ. എടുത്തിട്ട് ഇപ്പൊ എത്ര ഓടിച്ചു? ഏകദേശം ഒരു 35,000 കിലോമീറ്ററോളം എടുത്തതിന് ശേഷം ഓടി. 1:35 കഴിഞ്ഞു. 1:35 കഴിഞ്ഞു. 1:40 അടുത്തായി. എന്താണ് ഈ വണ്ടി ഇത്രയും മോഹിച്ച് എടുത്തിട്ട് എന്താണ് ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം? കാരണം ഞാനിപ്പോ ഇതിപ്പോ ഏറ്റവും പുതിയ ഫോർച്യൂണർ കുറെയൊക്കെ മാറ്റം വന്നെങ്കിൽ ഇതിൽ ബോഡി റോളൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. റോളുണ്ട്. നമുക്കിത് ശരിക്കും ആ ഒരു എന്താ നമുക്ക് ഓടിക്കുമ്പോൾ ഉള്ളൊരു ഒരു നമുക്ക് കിട്ടുന്ന ഒരു സുപ്പീരിയറിറ്റിയും അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക നമുക്കൊരു വിസിബിലിറ്റിയും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും വെച്ച് പിന്നെ ഒരു ആഗ്രഹം. പിന്നെ നമുക്ക് എവിടെ വേണേ പോവാം. ഫോർച്യൂണറും 4x അല്ലെങ്കിൽ 2x വരുന്ന സമയത്ത് 2 വീലർ ഡ്രൈവ് വരുന്ന സമയത്ത് നമുക്ക് എവിടെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു പേടിയുണ്ടാവും. അപ്പൊ അങ്ങനെ 4x4 എടുത്തു. അപ്പൊ ആ ഒരു ധൈര്യവും പിന്നെ 1-2 ചെറിയ ഓഫ് റോഡുകളൊക്കെ ഒന്ന് പോകാൻ പറ്റി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ. ഈ പൊതുവേ ഇതിന് മൈലേജ് കുറവാണ്. അപ്പൊ ഈ 4x4 കൂടെ ആകുമ്പോഴത്തേക്കും വീണ്ടും മൈലേജ് കുറച്ചും കൂടിയും കുറയും. എത്ര കിട്ടുന്നുണ്ടാവും? ഒരു 9-9.5 റേഞ്ച് ഒക്കെയാണ്. ഈവൻ ഹൈവേയിലും എനിക്ക് അത്രയാണ് കാണിച്ചിട്ടുള്ളൂ. 10.5 വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പിന്നെ അങ്ങനെ പരിഹാരമായിട്ട് നോക്കിയില്ല എന്നുള്ളതാണ്. എന്താണ് ഇതിൻ്റെ അത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഈ വണ്ടിയെ സംബന്ധിച്ച്? ഇത് പറഞ്ഞാൽ അതിന്റെ ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. കാരണം ഞാൻ വേറൊരു ലിവേയും കൂടി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഏകദേശം 1.25 ലക്ഷം കിലോമീറ്റർ ആയി. അത് വണ്ടി കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതിന് അങ്ങനെ ഒരു നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പൊ ആ ഒരു റിലയബിലിറ്റിയും ആ ഒരു എന്ന് തന്നെയാണ് അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ടൊയോട്ട എന്ന് പറയുമ്പോൾ ഒരു. ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം സർവീസ് ചെയ്ത് കാണുമല്ലോ? സർവീസ് ചെയ്തിട്ടുണ്ട്. 2-3 സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. എത്ര രൂപയ്ക്ക് ആവുന്നുണ്ട് സർവീസ്? ഏകദേശം ഒരു 10 രൂപയൊക്കെ ആവറേജ് അടുപ്പിച്ച് വരുന്നത്. അതെ. പിന്നെ ആ റീപ്ലേസ്മെന്റ് വന്നതുകൊണ്ടുള്ള അഡീഷണൽ ചാർജ് വരുന്നതാണ്. അല്ലാതൊന്നും നമുക്ക് അങ്ങനെ വരില്ല. ഈ 16 ലക്ഷം രൂപയ്ക്ക് വേണമെങ്കിൽ ഇവിടെ വേറെ വണ്ടികളൊക്കെ വാങ്ങിക്കാം, പുതിയത്. പോലെ ഇതിനോടുള്ള ഒരു അത്രയ്ക്കൊരു ആഗ്രഹം ആയിരുന്നു. ഞാൻ എന്തായാലും ഒരു EV-യിലേക്ക് മാറണം. അപ്പൊ ഞാൻ നമ്മുടെ ഇന്നോവയുടെ ഹൈക്രോ പുതിയ ഞാൻ നോക്കിയിരുന്നു. അപ്പൊ അത് പിന്നെ വേണ്ടെന്ന് വെച്ചിട്ട് എന്തായാലും ഒരു 2-3 ഞാൻ EV നോക്കുന്നുണ്ട്. കാരണം എനിക്ക് കിലോമീറ്റർ നല്ല ഓട്ടം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് EV എന്തായാലും വേണം. അധികം നാൾ കൊണ്ടുപോകാൻ വേണ്ട എന്ന് നമ്മുടെ ആഗ്രഹം തീർക്കാനായിട്ടുള്ള ഒരു വണ്ടി എന്നുള്ള രീതിയിൽ അങ്ങനെ. അപ്പൊ ഇതിവിടെ കൊണ്ടുവന്നിട്ട് കേരള രജിസ്ട്രേഷൻ ആക്കിയില്ലേ? അതിന് എത്ര രൂപയായി വീണ്ടും? 2.5 ലക്ഷം രൂപയോളം അതിന്. അപ്പൊ ഏകദേശം ഒരു 19 ലക്ഷം രൂപ അതോടെ ഉൾപ്പെടെയാണ് ഈ പറയുന്ന എമൗണ്ട്. അത് അവര് ചെയ്തു തരുമോ നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്? ഇവിടെ വന്നിട്ട് അത് നമ്മൾ തന്നെ ഞാൻ ഇവിടെ ഉള്ള ഒരു ആളെ വെച്ചിട്ട് അങ്ങനെ ചെയ്യാം. പിന്നെ എനിക്ക് തോന്നുന്നു എന്നാൽ പോലും ഇനി ഇത് വിറ്റാലും ആ ഏകദേശം വിലയൊക്കെ തന്നെ കിട്ടേണ്ടതാണ്. 1.5 ലക്ഷം കിലോമീറ്റർ ഇതിനൊരു സംഭവമല്ല. അല്ല, ഈ മോഡൽ തന്നെ 4x4 എനിക്ക് തോന്നുന്നു 55-60 എന്തോ ഇവിടെ കേരളത്തിൽ പുതിയ മോഡൽ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അറിയില്ല. എന്തായാലും നമ്മളൊരു ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. പിന്നെ യാത്രാസുഖം വരുമ്പോഴത്തേക്ക് ഒരു ചെറിയ ബാക്കി ഇരുന്നിട്ട് ഹൈ റേഞ്ചിൽ നിന്നൊക്കെ ഇറങ്ങി ബുദ്ധിമുട്ടാണ്. അതെ അതെ. ഹൈവേ റൈഡും ഞാൻ ഊട്ടിക്ക് പോയിട്ട് വന്ന സമയത്തായാലും ബാക്കിൽ ഇരുന്നപ്പോ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു ഇപ്പൊ EV-യിലേക്ക് പോവുകയാണെങ്കിൽ ഏതെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടോ? ഞാൻ നമ്മുടെ BYD എനിക്ക് താല്പര്യമുള്ളതാണ്. BYD പിന്നെ വിൻഫാസ്റ്റ് അങ്ങനെ BE6 കുഴപ്പമില്ല എന്നുള്ളൊരു ഇതുണ്ട്.
അങ്ങനെ തീരുമാനിച്ചിട്ടില്ല, എന്നാലും ഉടനെ തന്നെ നോക്കാമെന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുവാണ്. അപ്പം EV ഓടിച്ചു നോക്കിയിട്ടുണ്ടോ നേരത്തെ? ഓടിച്ചു നോക്കി. എന്താണ് അഭിപ്രായം? കാരണം ഇത്ര ഹെവി എഞ്ചിനുള്ള ഒരു വണ്ടിയിൽ നിന്ന് അതിലേക്ക് മാറി ഓടിക്കുമ്പോൾ എന്താ പെട്ടെന്ന് ഫീൽ ചെയ്യുന്നത്? അത് കുറച്ചുകൂടി എന്താ പറയുന്നത്, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഈ സെയിം പെർഫോമൻസ് തരുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്താ പറയുന്നത്, യൂസർ ഫ്രണ്ട്ലി ആണ് ഭയങ്കര. ഇത് നമുക്ക് അധികം ഫങ്ഷൻസ് ഒന്നുമില്ല, അതിനകത്ത് കുറച്ചുകൂടി അങ്ങനെയുള്ള കുറച്ച് നല്ല സൗകര്യമാണ്. എന്തായാലും ഇനി ഫ്യൂച്ചർ അത് തന്നെ ആയിരിക്കും വിചാരിക്കും. ഇത് വിട്ടിട്ടാണോ എടുക്കാൻ പോകുന്നത്, ലിവോ വിട്ടിട്ടാണോ? രണ്ടും പ്ലാൻസ് ചെയ്തിട്ടില്ല. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെയാണ് ഇതിന്റെ കാര്യത്തിൽ. എപ്പോഴും എന്നോടൊക്കെ എല്ലാവരും ചോദിക്കുന്നത് എങ്ങനെ നമ്മൾ വിശ്വസിച്ചെടുക്കും ഈ വെളിയിൽ പോയിട്ട് ഇത്തരം വണ്ടികൾ. കാരണം അത് ഞാനപ്പോൾ എല്ലാവരോടും പറയുന്നത് ഇതേ സംഭവമാണ്. അതായത് അവിടെ ഏതെങ്കിലും പരിചയമുള്ള ഒരാളുണ്ടെങ്കിൽ അതുവഴി വേണം ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ ഇത് ഡൽഹി ബോംബെ എന്നൊക്കെ പറഞ്ഞ തട്ടിപ്പിന്റെ കേന്ദ്രം ആയതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്നത് ഒന്നും പറയാൻ. ഞാനിപ്പോൾ അടുത്ത കാലത്ത് എയർപോർട്ടിലേക്ക് പോകുന്ന ഒരു ഇന്നോവ, അപ്പോൾ അതിന്റെ ഡ്രൈവറിനോട് സംസാരിച്ചപ്പോൾ കക്ഷി ബോംബെ ഡൽഹിയിൽ നിന്ന് എടുത്തോണ്ട് വന്ന ഇന്നോവയാണ്. വന്നിട്ട് പുള്ളി പറയുന്നത് ഏതാണ്ട് 12 ലക്ഷം രൂപയ്ക്കാണ്ട് കിട്ടി. 12 ലക്ഷം രൂപയുടെ പണി ചെയ്തിട്ടിരിക്കുകയാണ്. ഒന്നും പണി. അയാൾ പറയുന്നത് മീറ്ററിൽ കാണിച്ചിരുന്ന 1 ലക്ഷം കിലോമീറ്റർ താഴെയാണ്. പക്ഷെ പറയുന്നത് ഇപ്പം ഇവിടുത്തെ ഇന്നോവ കൊണ്ടപ്പോൾ ഇവിടുത്തെ ടൊയോട്ട കൊണ്ടുവന്നപ്പോൾ അവർ പറയുന്നത് മിനിമം ഒരു 6 ലക്ഷം എങ്കിലും ഓടിയിട്ടുണ്ട്. ആ രീതിയിലുള്ള തട്ടിപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു പരിചയം ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ പോയി എടുക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ എന്തായാലും EV-ലേക്ക് സ്വാഗതം. സോളാറിന്റെ ആളായതുകൊണ്ട് EV മസ്റ്റാണ്. EV ഇപ്പൊ നമ്മളിപ്പോ ഞാനിപ്പോ താമസിക്കുന്ന പോണത്തിനാണ്. ശരിക്കും സ്ഥലം കോലഞ്ചേരിയാണ്. അപ്പൊ വീട്ടിൽ സോളാർ ഉണ്ട്. എനിക്ക് ഇവിടെ ഉപയോഗിക്കാനൊക്കെ AC റെഗുലേഷൻസിൽ കുറച്ച് ചേഞ്ചസ് വന്നാക്കുന്നുണ്ട്. എനിക്ക് ഇവിടെ പ്ലഗ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു ഡിഫിക്കൽട്ടി ഉണ്ട്. അപ്പൊ അത് ഇപ്പൊ ഓഫീസിൽ ഇപ്പൊ സോളാറിന് ഉണ്ടെങ്കിലും പക്ഷെ അത് സഫീഷ്യന്റ് അല്ല. അപ്പൊ അത് നമ്മളിപ്പോ വേറെ ഒന്നുകൂടി പവർ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. ഞാൻ സ്ഥിരം കാണുന്നതാണ്. ഞാനിപ്പോ ഓഫീസിലേക്ക് 2 മഹേന്ദ്രയുടെ വണ്ടികൾ നമ്മുടെ പാനലിന്റെ ഡെലിവറിക്കൊക്കെ എടുക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഞാൻ റീസെന്റ് മഹേന്ദ്രയുടെ വീരോടെ വീഡിയോ കണ്ടു. അതെ, ഓക്കെ ശരി. ഇനി പരിചയപ്പെടുന്ന നമ്മൾ ടാറ്റ പഞ്ച് EV-യുടെ ഓണറിനെയാണ്. നമസ്കാരം. ഗുഡ് മോർണിംഗ്. സോനു മറിയം പൗലോസ്. എവിടെയാ സ്ഥലം? തെങ്ങോട്. എവിടെ? കാക്കനാട് കളക്ടറേറ്റിന്റെ ബാക്ക് സൈഡ്, കിഴക്കമ്പലം റൂട്ടിൽ. എന്താ ചെയ്യുന്നത്? സീസണൽ ബിസിനസ് വുമൺ ആണ്. സീസണൽ ബിസിനസ്? അതെ, മാങ്ങയുടെ ടൈമിൽ മാത്രമാണ് മെയിൻ ആയിട്ട് ബിസിനസ് ചെയ്യുന്നത്. പിന്നെ ഫാം പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട്, ഹണി, കോക്കനട്ട്, അങ്ങനെ. മാങ്ങയുടെ സീസണിൽ മാത്രം ബിസിനസ് ചെയ്യുന്നത് എന്ത് ബിസിനസ്? ഓൺലൈൻ ആയിട്ട് മാങ്ങ സെയിൽ ചെയ്യും നമ്മുടെ തന്നെ ഫാമിൽ നിന്ന്. മെച്ചുവേർഡ് മാംഗോസ് ആണ്. കസ്റ്റമറിന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ വിത്തിൻ ഒരു 7 to 8 days, മാക്സിമം 10 days, ഓരോ വെറൈറ്റി അനുസരിച്ചിട്ട് അപ്പം പഴുത്തിട്ട് കഴിക്കാവുന്ന രീതിയിൽ. നമ്മുടെ സ്വന്തം ഫാമാ? നമ്മുടെ സ്വന്തം. ചെമ്മണാമ്പതി എന്ന് പറയും. കേരള തമിഴ്നാട് ബോർഡർ ആണ്. മുതലമട ഔട്ട്സ്കേർട്സ് ആണ്. പാലക്കാട് അതെ, വെസ്റ്റേൺ ഗാർഡ്സിന്റെ വടിത്തട്ടിലാണ്. ഏറ്റവും ഭംഗിയുള്ള സ്ഥലം അത്. നമ്മൾ ഈ അടുത്ത കാലത്ത് ഒരു ട്രാവൽ പോയിട്ട് മുതലമട റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയിരുന്നു. ഏറ്റവും ഭംഗിയുള്ള ഒരു റെയിൽവേ സ്റ്റേഷനല്ലേ. അപ്പം ഏത് തരത്തിലുള്ള മാങ്ങ അവിടെ ഉണ്ടോ? 12 വെറൈറ്റീസ് ഉണ്ട്. പണ്ടത്തെ മെയിൻ വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. ലൈക്ക് ഇപ്പോഴത്തെ നാംഡോക്മായി അങ്ങനത്തെ തായ്ലാൻഡ് വെറൈറ്റീസ് ഒന്നുമില്ല. മെയിൻ ആയിട്ട് അൽഫോൺസ, സിന്ദൂരം, ബങ്കനപ്പള്ളി, മല്ലിക, ഹിമാപസന്ത്, അതൊക്കെയാണ് പണ്ടത്തെ ഒരു ക്രേസി മാംഗോസ്. അത് തന്നെ ഇപ്പോഴും ഉണ്ട്. പിന്നെ അതുകൂടാതെ സാധാരണ നാട്ടുമാങ്ങകള്, ചന്ദ്രക്കാരൻ, ചക്കരക്കുട്ടി, അങ്ങനെയുള്ള. ചക്കരക്കുട്ടി വാങ്ങണ്ടോ? അല്ല, വാങ്ങ. അപ്പൊ ഇത് വർഷത്തിൽ എത്ര മാസം നമുക്ക് ഇതിന്റെ? മെയിൻ ആയിട്ട് ഒരു മാർച്ച്, അത് ഫ്ലവറിങ്ങും ക്ലൈമറ്റും എല്ലാം ബേസ് ചെയ്തിട്ടാണ്. എന്നാലും ഒരു മാർച്ചോട് കൂടി തുടങ്ങിയ മെയ് എൻഡ് വരെ ഉണ്ടാവും. മെയ് ജൂൺ വരെ. നമുക്ക് അവിടെ മഴ കുറവാ, എന്നാലും നമ്മൾ നിർത്തും. ബേസിക്കലി നമുക്ക് അടുത്ത വർഷത്തേക്കുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ആ ടൈമിൽ നിർത്തണം. ഏറ്റവും ടേസ്റ്റുള്ള മാങ്ങ ഏതാണെന്നാണ് സ്വന്തം ഇതില്? ഹിമാപസന്ത് ആണ്. ഹിമാപസന്ത്, മല്ലിക ഒപ്പത്തിനൊപ്പം നിൽക്കും. മല്ലിക പിന്നെ നമുക്ക് മട്ടിക്കാതെ കഴിക്കാൻ വരും. ഹിമാപസന്ത് ഇച്ചിരി കൂടെ ഒന്ന് മട്ടിക്കാൻ തോന്നുന്നു. അപ്പൊ നമ്മളിപ്പോ കേരളത്തിലെ പൊതുവെ കൃഷിയൊക്കെ ഇല്ലാതായിരിക്കുന്ന ഒരു അവസരത്തില് എത്രത്തോളം ലാഭകരമാണ് കൃഷി ചെയ്ത് ഇത് വിൽക്കുന്നതൊക്കെ? അത് ഈ പറഞ്ഞ പോലെ ഒരു മിത്ത് തന്നെയാണെന്ന് തോന്നുന്നു. ഒത്തിരി പേര് പ്രോഫിറ്റബിൾ ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷെ നമ്മള് ഇത് ഒരു സൈഡായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അത് ഡിപ്പെൻഡിങ് അപ്പോൺ സീസൺ, ഇയർലി നമുക്ക് ഇപ്പൊ കഴിഞ്ഞ തവണ നമുക്ക് വളരെ നഷ്ടമായിരുന്നു. എക്സ്പോർട്ടിങ്ങും എല്ലാം വളരെ ഇതായതുകൊണ്ട് ഒക്കെ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അതുപോലെ പിന്നെ എനിക്ക് തമിഴ്നാട് ബോർഡർ ഒക്കെ ആയതുകൊണ്ട് ജോലിക്കാരെ കിട്ടാൻ കുറച്ചുകൂടെ അത് ഭയങ്കര പാടായിരുന്നു ഇത്തവണ. അതൊരു ഭയങ്കര സംഭവമാണ്. ഇലക്ഷൻ എല്ലാരും കൂടെ പോയിട്ടാണെന്ന് അറിയത്തില്ല. ഭയങ്കര ഡിമാൻഡ്. ബംഗാളികളല്ല, തമിഴരെയാണ് കൂടുതലും. എന്നാലും മലയാളികളും ഉണ്ട്. 2 സൈഡിൽ നിന്നും ആൾക്കാരെ കിട്ടാറുണ്ട്.
അപ്പൊ ഇത് സ്ഥിരമായി കൊച്ചിയിൽ നിന്നും മുതലമടയിലേക്ക് ഓടുന്ന വണ്ടിയാണോ? അതെ, ആണ്. മീൻസ് അറ്റ്ലീസ്റ്റ് ഒരു 2 days വീക്കിലി പോവും. 2 days വീക്കിലി പോകും? ഒരു മിഡ് ഓഫ് ദ ഡേ, പിന്നെ ചിലപ്പോൾ വീക്കെൻഡ്. എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടെ അവിടം വരെ? ശരിക്കും 150ക്ക് താഴെയുള്ളൂ. നമുക്കൊരു 300 കിലോമീറ്റർ റേഞ്ച് മതിയായിരുന്നു. പക്ഷെ അവിടെ ചെന്നിട്ട് ബാക്കി ചില ഓട്ടങ്ങളും കൂടെ ഓടിയാൽ നമുക്ക് ഭയങ്കര റിസ്ക് ആണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ടാറ്റ പഞ്ചിന്റെ റേഞ്ച് നമുക്ക് വളരെ ആപ്റ്റ് ആണ്. എത്ര കിട്ടുന്നുണ്ട്? 415 to 420 വരെ കിട്ടുന്നുണ്ട്. അത് കാരണം കൂടെ പറയാം, ഇവിടെ എറണാകുളം സിറ്റിയിൽ ഓടുമ്പോൾ കിട്ടത്തില്ല. ഫസ്റ്റ് നമ്മൾ ഇപ്പൊ എറണാകുളം സിറ്റിയിൽ ഞാൻ ഇന്നും നാളേക്ക് ഇവിടെ ഓടി, നാളെ ആയിരിക്കും ചാർജ് ചെയ്യുന്നത്. അപ്പം ചാർജിങ് നമ്മൾ നോക്കുമ്പോൾ ഒരു 401 ഒക്കെ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ 450 കാണിക്കാറുണ്ട് ലോങ് ഡിസ്റ്റൻസ് പോയി തിരിച്ചു വന്നാൽ. അപ്പം നമ്മൾ ആക്ച്വലി അത് സെറ്റ് ചെയ്തിട്ട് ഒരു 70 to 80 അല്ലെങ്കിൽ 80 to 90 സെറ്റ് ചെയ്താലും കുഴപ്പമില്ല. സെറ്റ് ചെയ്ത് ഓടിക്കാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ അവിടെ, അതായത് ഫ്രം ഒരു അങ്കമാലി ടു നമ്മൾ തിരിയുന്നത് വടക്കാഞ്ചേരി എന്നാണ്. അപ്പൊ അവിടെ വരെയുള്ള ആ റേഞ്ചിൽ ഓടിക്കാൻ പറ്റുവാണെങ്കിൽ കിട്ടുന്നുണ്ട്. അല്ല, ശരിക്കും ഇത്ര റേഞ്ച് പഞ്ചിന് കിട്ടാറുണ്ടോ? ഇല്ലെന്നാണ് എല്ലാവരും പറയുന്നത്. ഞങ്ങൾ റിവ്യൂ കണ്ടപ്പോഴും ഇങ്ങനെ നമ്മൾ 450 കിട്ടിയെന്ന് നമ്മുടെ AC ഇല്ലാതെ ഓടിച്ചിട്ടായിരിക്കും എന്നൊക്കെ ഒരു ഫീലിംഗ് ആണ്. പക്ഷെ നമുക്കിത് കിട്ടി. ഓൾവേസ് 20% താഴെ പോവാതെ നോക്കാറുണ്ട്. പക്ഷെ ഒരു 2 weeks ബാക്ക് ഞാൻ ഒരു വെനസ്ഡേ പോയപ്പോൾ ഈ പറഞ്ഞ നല്ല മഴയായിരുന്നു. അപ്പൊ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ തോട്ടത്തിൽ ചെന്ന സമയത്ത് 63% ആണ്. ഹസ്ബൻഡ് പറഞ്ഞ 63% ആണ് സാധാരണ എത്തുന്നത്. അപ്പൊ ഞാൻ ചെന്നപ്പോൾ 53% എത്തിയത്. അപ്പൊ എനിക്ക് ടെൻഷനായിരുന്നു, ചാർജ് ചെയ്യാൻ പറ്റിയില്ല അവിടെ വെച്ചിട്ട്. തിരിച്ച് ഞാൻ ആക്ച്വലി നമ്മുടെ എക്സാക്ട്ലി പറഞ്ഞ കളമശ്ശേരി ടൊയോട്ടയുടെ ബാക്ക് സൈഡായിട്ട് ആ ജംഗ്ഷനിൽ വരുമ്പോൾ 13% ചാർജിലാണ് അവിടെ നിന്ന് തെങ്ങോട് എത്തി. ഈ ടാറ്റയുടെ വണ്ടികളെ പറ്റി പൊതുവെ കേട്ടിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ പെർസെന്റേജ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രോപ്പ് ആകുന്നു. അപ്പൊ ഇതിന്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. അങ്ങനെ പർട്ടിക്കുലർലി അങ്ങനെ ഡ്രോപ്പ് ഔട്ടാവുന്ന ശ്രദ്ധിച്ചില്ല. എത്ര രൂപ എടുത്തപ്പോ? എത്ര കാലമായി എടുത്തിട്ട്? 13. ഇപ്പൊ 4 months ആവും. ഏപ്രിൽ 7th കൈ കിട്ടിയത്. 2nd ഒക്കെ ആയപ്പോഴേക്കും വണ്ടി നമ്മുടെ പേരിലായിരുന്നു. അപ്പം 13 ലക്ഷം രൂപയായി. 13 ലക്ഷം രൂപയ്ക്കുള്ള ഒരു വണ്ടി 400 കിലോമീറ്റർ അധികം ഓടുന്നു എന്ന് പറഞ്ഞാൽ അല്ലേ, അങ്ങേയറ്റം ബർത്താണ് അല്ലേ? വീട്ടിൽ സോളാർ ഉണ്ട്. ബേസിക്കലി സോളാർ വെച്ചത് നമ്മുടെ 2nd ലോക്ക്ഡൌൺ കഴിഞ്ഞ സമയത്താണ്. അപ്പൊ തൊട്ട് നമ്മളിങ്ങനെ ഒരു ഇലക്ട്രിക് കാർ, നമുക്ക് അത്രയും ഇലക്ട്രിസിറ്റി അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ തൊട്ട് നോക്കുന്നുണ്ട്. കോമറ്റ് ഇറങ്ങിയപ്പോൾ ഹസ്ബൻഡ് കോമറ്റ് വാങ്ങിക്കണമെന്നായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഒരു മെയിൻ ഇമ്പോർട്ടന്റ് സാധനം വിത്ത് കാർ എന്ന് പറഞ്ഞാൽ ബൂട്ട് സ്പേസ് ആണ്, സാധനങ്ങൾ കൊണ്ടുവരാനും ഒക്കെ. അപ്പം അതില്ല, മാങ്ങ ഒബ്വിയസ്ലി കൊണ്ടുവരാറുണ്ട്. അപ്പൊ എപ്പോഴും ബൂട്ട് സ്പേസ് ഭയങ്കര ഇമ്പോർട്ടന്റാ. പിന്നെ ഇവിടെ ടൗണില് ഞങ്ങള് തൊടുപുഴ, പറവൂര്, ഈ പറഞ്ഞ ചെമ്മണാമ്പതി, എറണാകുളം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എങ്ങനെയാണെങ്കിലും വീട്ടിൽ പോയി എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണം. അപ്പൊ നമുക്ക് കോമറ്റ് പറ്റത്തില്ല. എന്നാൽ നമുക്ക് അത്യാവശ്യം സിറ്റിയിൽ കൂടെ ഒരു ബൈക്ക് ഓടിക്കുന്ന പോലത്തെ ഒരു കാറും കൂടെ വേണമെന്ന് തോന്നിയിട്ടാ. പിള്ളേർക്ക് ആക്ടിവിറ്റീസ് അങ്ങനെ പല ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ നമുക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് EV. അപ്പൊ വേറെ EVകളൊന്നും നോക്കിയില്ല, നേരെ ഞാൻ അങ്ങനെയല്ല, ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത് ഫസ്റ്റ് നമ്മുടെ സിട്രോൺ ആണ്. അപ്പൊ ഓടിച്ചപ്പം ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നി. വേറൊരു നമ്മുടെ യാത്രയിൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡ് പണി എല്ലാം കൂടെ കൊണ്ടിട്ട് ഭയങ്കര ടീഡിയസ് ആണ് യാത്ര. ഇപ്പം കുറച്ച് റിലീഫായി നമ്മുടെ ആ ഒരു ഇതിന്. അപ്പം നമുക്ക് ടയർഡ്നെസ് ഇല്ല. നമ്മളിങ്ങനെ കാശ് മുടക്കി പോയിട്ട് കാര്യമില്ലല്ലോ, എത്ര നല്ല കാറാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പൊ EV വന്നപ്പം വൈബ്രേഷൻ ഇല്ല, ഒന്നുമില്ല. അത് സിട്രോൺ ആണ് ഇഷ്ടപ്പെട്ടത്. സിട്രോണിന്റെ ഒരു പുതിയ മോഡൽ വരുന്ന വിചാരിച്ച് നോക്കിയിരുന്നിട്ട് നടപടി ആയില്ല. രസം എന്ന് വെച്ചാൽ സിട്രോൺ ബുക്ക് ചെയ്തു. വേറെ ഞാൻ അതിനെ കുറ്റം പറയുന്നില്ല, നല്ല കാറാട്ടോ ഒബ്വിയസ്ലി. പിന്നെ അത് നിന്ന് പോകുന്നൊക്കെ ഒരു ഡൗട്ട് നമുക്ക് ഉള്ളതുകൊണ്ട് തന്നെ നോക്കിയില്ല. പിന്നെ അതിന്റെ മാനുവൽ ആണ് വിൻഡോസും എല്ലാം. അപ്പൊ ഈ ഒരു റേഞ്ചില് എല്ലാ ഫെസിലിറ്റിയോട് കൂടി അതേസമയം നമുക്ക് സേഫ്റ്റി ഫീച്ചേഴ്സും എല്ലാം. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇതന്നെ. പിന്നെ ഉള്ളൊരു ഞങ്ങളുടെ പഴയ കാർ എന്ന് പറഞ്ഞാൽ എലവേറ്റ് ആണ്. അപ്പൊ എലവേറ്റ് എടുക്കുന്ന സമയത്ത് ഇത് എടുത്താലോ എന്ന് ചിന്തയാണ്, വിൻസർ. പക്ഷെ അത് വിൻസർ ഒരു 6 months കഴിഞ്ഞിട്ടാണ് വന്നത്. അന്ന് വന്നെങ്കിൽ അത് എടുത്തേനെ. ഇപ്പോഴും അത് ഓടിച്ചു നോക്കി, അതുമൊക്കെ ഇഷ്ടമാണ്. പക്ഷെ റേഞ്ച് വൈസും ഒരു കോമ്പാക്ട് കാർ എന്നുള്ള രീതിക്ക് ഇതാണ്. സർവീസ് ചെയ്തോ? ഒരു സർവീസ് കഴിഞ്ഞു 1000 kilometers കഴിഞ്ഞപ്പം കളമശ്ശേരി അല്ല, നമ്മളെ വിളിച്ചപ്പോ ഇവിടെ നമുക്ക് സർവീസ് സെന്റർ അടുത്തെന്ന് പറഞ്ഞാൽ ചിത്രപ്പുഴ ബ്രിഡ്ജിന്റെ ആ ഒരു ഏരിയയിലാണ് ചെയ്തത്. സർവീസ് എത്ര രൂപയായി കാണും ബസ് സർവീസിനൊക്കെ? ഫ്രീ ആയിരുന്നു. വേറെ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ആകെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്ത് വെച്ചാൽ അതൊരു കോമഡിയാണ്.
ഹസ്ബൻഡ് ഓടിക്കുമ്പോൾ പറയുന്നുണ്ട് റൈറ്റ് സൈഡിലെ സ്പീക്കറിൽ നിന്ന് ഒരു വൈബ്രേഷൻ വരുന്നുണ്ട്, സ്പീക്കർ ശരിയല്ല, അത് അടിച്ചു പോയി കിടക്കുവാണ്. നമ്മൾ പോകുമ്പോൾ കുഴപ്പമില്ല. അപ്പം റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ബോട്ടിൽ അത് കുറച്ചും കൂടെ അവർക്ക് ഒന്ന് വലിയതൊരു ഇതൊക്കെയായിരുന്നു. ബോട്ടിൽ ഹോൾഡർ ചെറുതാ. അപ്പം ഞങ്ങൾ പോകുമ്പോൾ ഇപ്പോൾ ഫിൽഡപ്പ് ആയിരിക്കും, പുള്ളി പോകുമ്പോഴേക്കും തീർന്നുണ്ടാവും. അപ്പം ഒരു കുറച്ച് ബാസ് കൂടുതലുള്ള സോങ് ഒക്കെ പ്ലേ ചെയ്യുമ്പോൾ അതിങ്ങനെ ഇരുന്ന് വൈബ്രേറ്റ് ചെയ്യും. അവനത് ഞങ്ങൾ കണ്ടുപിടിച്ചു. ഫസ്റ്റ് സർവീസ് നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞാൽ അങ്ങനെ ഇഷ്യൂ ഒന്നും കാണുന്നില്ല. പിന്നെ നമ്മളപ്പോൾ അത് എന്താന്ന് നോക്കിയപ്പോൾ വളരെ സൈലന്റ് ആയതുകൊണ്ട് അത്ര ഏതൊരു അതെ അത് ഭയങ്കരമായിട്ട് നമുക്കൊരു ഇറിറ്റേഷൻ ആയിരുന്നു. എന്തെങ്കിലും ഇതല്ലാതെ ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യമായ രീതിയിലൊരു നെഗറ്റീവ് കാര്യം തോന്നിയിട്ടുണ്ടോ ഇതിന്റെ കാര്യത്തിൽ? എന്തെങ്കിലും നെഗറ്റീവ് കാര്യം എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഗ്ലിച്ചസ് ഒക്കെ ഉണ്ടെന്ന് ഒത്തിരി പേര് പറഞ്ഞു. നമ്മൾ ആക്ച്വലി 3 കാർ ഇങ്ങനെ ഓടിച്ചവരോട് കമ്പയർ ചെയ്തിട്ടാണ് ഇതെടുത്തത്. കമ്പയർ ടു മറ്റുള്ള ഓട്ടോമാറ്റിക് കാർസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിന് ഒരു ഡിലേ ഉണ്ടല്ലോ, നോബ് തിരിച്ച് വന്ന് ഇൻ കേസ് നമ്മൾ ഇച്ചിരി സ്പീഡ് കൂടി പോയി കഴിഞ്ഞാൽ ഇതാവത്തുമില്ല, അങ്ങനത്തെ ഒരു അത് ഈ കോമറ്റിനുണ്ട്. നമ്മളൊന്നും ക്ഷമ കാണിച്ചില്ലെങ്കിൽ ഇതിങ്ങനെ തിരിച്ചു വരുന്ന ഒരു ലാഗുണ്ട്. ശരിയാ ശരി, ആ ഒരു ലാഗ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ആസ് എ ലേഡി അല്ലെങ്കിൽ ഒരു വുമണൊക്കെ ഒരു എന്തെങ്കിലും ഒരു സെക്ലൂഡഡ് ഏരിയയിൽ നൈറ്റ് ടൈമിലൊക്കെ പോവുകയാണ്, ഒരു ത്രെട്ട് ഫീൽ ചെയ്തു, മറ്റേ വണ്ടികൾ എടുത്തിട്ട് പോകുന്ന പോലെ എടുത്തിട്ട് പോകാൻ പറ്റുമോ എന്നൊരു ഡൗട്ട്. നമ്മൾ പാനിക്ഡ് അല്ല, നോർമലായിട്ട് നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങുവാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടു, ഓൺ ആക്കി സീറ്റ് ബെൽറ്റ് ഇട്ടു, അത് കഴിയുമ്പോഴേക്കും വന്ന ശരി. നല്ലൊരു പോയിന്റ് ആയി പറഞ്ഞു. ഞാനിപ്പോ ഈ വിൻഫാസ്റ്റിന്റെ ഏറ്റവും വലിയ VF9 ഇപ്പം നമ്മൾ വിയറ്റ്നാമിൽ ഓടിച്ചപ്പോൾ അത് സ്വിച്ചാ. അതെനിക്ക് ആ സമയത്ത് തന്നെ എനിക്കത് ഫീൽ ചെയ്തു. എന്ത് എളുപ്പമാണ് കാര്യം, ഒരു ലാഗുമില്ല. സ്വിച്ച് ഇടുന്നു, ഡ്രൈവ്, പാർക്ക് എല്ലാം സ്വിച്ചുകളാണ്. അത് എളുപ്പമാണ്. വിൻഫാസ്റ്റ് ട്രൈ ഔട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ അത് കുറച്ചുകൂടെ ഒരു വലിപ്പം കൂടുതലായതുകൊണ്ട്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാവരും EV എടുത്ത് എല്ലാവരും പറഞ്ഞ ആ ഒരു സ്ലോ ഉണ്ട് ഇനീഷ്യൽ സ്റ്റാർട്ടിങ്. ഓടി തുടങ്ങിയ പിന്നെ ഏറ്റവും ഫാസ്റ്റ് ആണ്, കുഴപ്പമില്ല അല്ലേ? അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ 400-ലധികം കിലോമീറ്റർ ഈ 13 ലക്ഷം രൂപ വണ്ടിക്ക് ഇടുന്നുണ്ടെങ്കിൽ അങ്ങേയറ്റം ഭാഗ്യവാന്മാരായ ഒരു കുടുംബമാണെന്നാണ് ഞാൻ പറയുക. അപ്പോൾ അത് പിന്നെ അതിന് പുറകിൽ ഹസ്ബൻഡ് എപ്പോഴും ഒരു കാര്യം പറയും, നമ്മളിത് എടുത്തത് വേർത്ത് ആവണമെങ്കിൽ ഹമ്പ് ചാടുമ്പോൾ റേസ് ചെയ്യരുത്, ഒരു ഭയങ്കര ഇനീഷ്യലി റേസ് ചെയ്ത് പോകരുത്, അങ്ങനെയൊക്കെ എപ്പോഴും പറയും. പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക് കാർ ഓടിക്കുമ്പോഴും ഹോണ്ട എലവേറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ബാക്കിയുള്ള എല്ലാത്തിനെ കുറിച്ച് എനിക്ക് വിവരമൊന്നുമില്ല. പക്ഷെ അത് നമ്മൾ ഇനീഷ്യലി നമ്മൾ ആക്സിലേറ്റ് ചെയ്യാതെ കുറച്ചൊന്ന് മൂവ് ചെയ്തായിട്ടാണ് ആക്സിലേഷൻ കൊടുക്കുന്നത്. അപ്പൊ അതിൽ കാര്യമായിട്ട് മൈലേജ് കിട്ടാറുണ്ട്. പിന്നെ ആസ് എ ടൗണിൽ ഓടിക്കുമ്പോൾ എല്ലാവരും പറയുന്ന പോലെ 11 ഒക്കെ കിട്ടുള്ളൂ. പക്ഷെ ഞങ്ങൾ ഈ പറയുന്ന റൂട്ടിൽ ഓടുമ്പോൾ നമുക്ക് 17 ഒക്കെ കിട്ടാം. അല്ല, ഓട്ടോമാറ്റിക് കാറിന്റെ എപ്പോഴും നമ്മൾ ഫ്ലോർ ചെയ്താൽ മൈലേജ് ടോർക്ക് കൂടാതെ നോക്കിയാൽ കുഴപ്പമില്ല. അപ്പം ഹസ്ബൻഡ് എപ്പോഴും പറയും, ഇത് നമ്മൾ വാങ്ങിച്ചത് വേർത്താണെങ്കിൽ എല്ലാവരുടെയും ഒരു സ്ഥിരം കംപ്ലൈന്റ്, റിവ്യൂ എല്ലാം. ഞാൻ അങ്ങനെ റിവ്യൂസ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പം പുള്ളി പറയും ഒരു 25,000 കിലോമീറ്റേഴ്സ് കഴിയുമ്പോൾ ടയർ മാറ്റേണ്ട സിറ്റുവേഷൻ വരുന്നത് ഇതുകൊണ്ടാണ്, അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്ന് എപ്പോഴും പറയും. അത് നോട്ട് ചെയ്തിട്ട് ഓടിക്കണം. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് എല്ലാവരും ചെയ്താൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. അതെ ശരിയാണ്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ ടാറ്റയുടെ വണ്ടികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ടാറ്റ പഞ്ചും EVയുമാണ്. അതിൻ്റെ ഇപ്പം വളരെ പോസിറ്റീവായിട്ടുള്ള റിവ്യൂ ആണ് നമ്മൾ കേട്ടത്. അതിനിടയ്ക്ക് നോക്കട്ടെ, ഈ മാങ്ങ ഇപ്പോൾ ഉണ്ടോ അതോ മാങ്ങയുടെ സീസൺ കഴിഞ്ഞ വെച്ചാൽ നമ്മൾ നിർത്തും. പർട്ടിക്കുലർലി നമുക്ക് നെക്സ്റ്റ് ഇയറിലേക്കുള്ള ഒരുക്കത്തിന് വേണ്ടിയിട്ട് എല്ലാവരും പണിക്കാരെ സെറ്റ് ചെയ്യണമല്ലോ, നമ്മൾ ഉഴവണം, അങ്ങനെയുള്ള എല്ലാം വരുമ്പോൾ നമുക്ക് ആളെ കിട്ടാതെ വരും. അപ്പോൾ ഇത് അടുത്ത പോലെ വാങ്ങിക്കണമെങ്കിൽ ഞങ്ങൾ എവിടെയാണ് പോകേണ്ടത്? എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാം ആണോ? ഇൻസ്റ്റാഗ്രാം വഴി. എന്താ പേര് ഇൻസ്റ്റാഗ്രാം? ജൂബിലി ഗാർഡൻസ് തന്നെ ഇട്ടേക്കുന്നത്. ജൂബിലി ഗാർഡൻസ്. അപ്പോൾ എല്ലാവരും അടുത്ത വർഷം മാങ്ങ വേണമെങ്കിൽ, അപ്പൊ അതിന്റെ വകയായിട്ട് കമ്മീഷനായിട്ട് മാങ്ങയായിട്ട് തരുമോ ഈ പരസ്യം പറഞ്ഞതിന്? തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും വളരെ സേഫ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പാലക്കാട് ഹൈവേയിലൂടെ ഒക്കെ ഓടിക്കുമ്പോൾ വളരെ സേഫായ വണ്ടിയാണ്. ആ കാര്യത്തിലും പഞ്ചിൻ്റെ കാര്യത്തിൽ 100% വിശ്വസിക്കാവുന്ന വണ്ടിയാണ്. സോഫ്റ്റ്വെയർ ഗ്ലിച്ചസും ഇല്ല. ഞാൻ പറഞ്ഞത് വളരെ ലക്കി ആളാണിത്. ഒരു പ്രശ്നങ്ങളും ഇതുവരെ നേരിട്ടിട്ടില്ല 4 മാസം കഴിഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും കീപ് ഗോയിങ്. അപ്പോൾ എന്തായാലും ജൂബിലി ഗാർഡൻസിലെ ആശംസകളും. താങ്ക് യു. അപ്പോൾ റാപ്പിഡ് ഫയർ അവസാനിക്കുകയാണ്. എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മറക്കണ്ട. ഭാവിയിൽ നിങ്ങളൊരു വാഹനം വാങ്ങുമ്പോൾ മെയിൻ്റനൻസിനും റിപ്പേഴ്സിനും വേണ്ടിയുള്ള പ്ലാനൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ ഹെൽത്തിനും ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് വേണം. കാരണം നമ്മൾ സമ്പാദിക്കുന്ന പണം ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കാനല്ല, കുടുംബത്തിൻ്റെ ജീവിതം മെച്ചപ്പെടുത്താനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് ഇവർ എടുത്തിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പ്ലാനുകൾ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്ന ഒരു നല്ല പോളിസി ഇന്ന് തന്നെ എടുത്തു വയ്ക്കാം. അപ്പോൾ നമുക്കിനി അടുത്ത ആഴ്ച മറ്റൊരു റാപ്പിഡ് ഫയറോട് കാണാം. ബൈ.